ഇന്നലെ കണ്ട ആ പെരുമഴയ്ക്ക് ശമനമായെങ്കിലും മഴക്കെടുതിയിൽ വലയുകയാണ് നാട്. ഇന്നലത്തെ കനത്ത മഴയിൽ മധ്യ കേരളത്തിലും മലബാറിലും രൂപപ്പെട്ട വെള്ളക്കെട്ട് പലയിടത്തും മാറിയിട്ടില്ല. മഴക്കെടുതിയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇന്നലെയും ഇന്നുമായി 10 പേരാണ് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചുപോയത്. ഇനിയുള്ള ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയുമെങ്കിലും വെള്ളിയാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പ്രവചനങ്ങൾക്കപ്പുറത്തുണ്ടായ പേമാരിപ്പെയ്ത്തിലെ ദുരിതത്തിൽ മുങ്ങി നാട്. രാത്രി മുതൽ മഴയുടെ തീവ്രത കുറഞ്ഞത് ആശ്വാസമാണെങ്കിലും കനത്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് മാറിയിട്ടില്ല. ചിലയിടത്ത് ഗ്രാമീണ റോഡുകളും ചെറുപാലങ്ങളും വെള്ളത്തിനടിയിൽ തന്നെയാണ്. പലയിടത്തും വെള്ളമിറങ്ങിയെങ്കിലും കടകളിലും വീടുകളിലും വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് സർക്കാർ കണക്ക്. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിനടിസ്ഥാനമാക്കി, നമ്മുടേതായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഞങ്ങൾ പൊതുവായി നിർദ്ദേശിച്ചിട്ടുള്ള അലർട്ടുകൾ വരുന്നത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് തയ്യാറെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. വരും ദിവസങ്ങളിൽ തീവ്രത കുറയുമെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. റെഡ് അലർട്ട് നൽകാൻ വൈകിയെന്ന ആക്ഷേപത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം ഇങ്ങനെ: എന്തുകൊണ്ട് ഓറഞ്ച് അലർട്ടായി എന്ന് ചോദിച്ചാൽ അവരുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അവർക്കുള്ള അഡ്വൈസറി ലഭിച്ചിരിക്കുക ഓറഞ്ച് ഇഷ്യൂ ചെയ്യാനായിരിക്കും. അതുകൊണ്ടായിരിക്കും അന്ന് ഉച്ചയ്ക്ക് 31-ാം തീയതി ഉച്ചയ്ക്ക് അന്നത്തേക്ക് ഓറഞ്ച് അലർട്ട് കിട്ടിയത്. പക്ഷേ രാത്രി അത് റെഡ് അലർട്ട് ആക്കുകയും ചെയ്തിരുന്നു. KSEBയുടെ മൂഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഡാമുകളിൽ റെഡ് അലർട്ടാണ്. നെയ്യാർ, മലങ്കര ഡാമുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.